ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ളത്? തൃപ്പൂണിത്തുറയുടെ രാജവീഥികൾ ഘോഷയാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നു. ജനങ്ങളടക്കം ഈ ഒരു ഘോഷയാത്ര കാണാനായി തടിച്ചുകൂടിയിട്ടുണ്ട് പല ഭാഗങ്ങളിലായി. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ ഒരു അത്താഘോഷം, അത്ത ആശംസകളും ഓണാശംസകളും അദ്ദേഹം നേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വേദിയില് തന്നെ നമുക്ക് കാണാൻ നിരവധി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്ലാഗ് ചെയ്യാനായി ഒപ്പം തന്നെ താരമായിട്ടുള്ള രമേശ് പിഷാരടിയുണ്ട്. നമ്മുടെ എറണാകുളത്തിന്റെ ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള ഈ രാജീവുണ്ട്. അദ്ദേഹമാണ് അത്തം കൊടി, അത്തം പതാക കൊടിയേറ്റിയത്. അത്തരത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ ഈ ഒരു ഘോഷയാത്രയ്ക്ക്, ഈ ഒരു അത്തച്ചമയ ഘോഷയാത്രയിലേക്ക്, ഉദ്ഘാടന ചടങ്ങിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. നമ്മുടെ തൃപ്പൂണിത്തുറ MLA കെ ബാബു, ഒപ്പം തന്നെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, നിരവധി പേർ, നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക IAS ഒക്കെ ആദ്യത്തെ അത്താഘോഷമാണ്, ആദ്യത്തെ അത്തച്ചമയ ഘോഷയാത്രയാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വലിയ പുതുമ നിറഞ്ഞ, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇനി കാണാനുള്ളത്, എന്തൊക്കെയായിരിക്കും ഈ ഒരു ഘോഷയാത്രയിൽ ഒളിഞ്ഞിരിക്കുന്ന സർപ്രൈസുകൾ എന്നൊക്കെ കാണാനായി ഉറ്റുനോക്കുകയാണ്. ജനങ്ങളടക്കം ഇവിടെ സജ്ജമായിരിപ്പുണ്ട്. ഒപ്പം തന്നെ നിരവധി പേർ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അത്താഘോഷം അല്ലെങ്കിൽ അത്തച്ചമയ ഘോഷയാത്രയുടെ പരമ്പരാഗതമായ ചടങ്ങുകളുടെ ഭാഗമായിട്ട് കരിങ്ങാച്ചിറ കത്തനാരും തന്നെ നെച്ചൂർ തങ്ങളും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അത്തച്ചമയത്തിന് തുടക്കമായിരിക്കുകയാണ്. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി P രാജീവ് പതാക ഉയർത്തിയിരിക്കുകയാണ്. ഇനി ഘോഷയാത്ര നടൻ ജയറാം ഫ്ലാഗ് ഓഫ് ചെയ്യും. പ്രസാദ് കാളിദാസനാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.